ഗോഡ് ഫിയറിംഗ്, ദൈവഭയം എന്നാണ് എല്ലാവരും പറയാറ്. ഭയമാണ് ദൈവത്തിന്, അതായത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല. ഇവിടെ ഇദ്ദേഹം പറയുന്നു ദൈവത്തെ ഭയമെന്നാണ്. എന്നാൽ ഒരു മുസ്ലിമിന് ഭയമല്ല, ഭക്തിയാണ്. അള്ളാഹു സ്നേഹമാണ്, കാരുണ്യമാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു, യഥാർത്ഥ ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതത്തിൽ 5 നേരം 17 പ്രാവശ്യം നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ട്. ആ ഫാത്തിഹയുടെ 1-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അതേ സൂറത്തുൽ ഫാത്തിഹയിൽ 3-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു വീണ്ടും എടുത്തൊന്നുകൂടെ പറയുന്നു, അർ റഹ്മാനിർ റഹീം, അള്ളാഹു കരുണയാണ്, കാരുണ്യമാണ്. ഈ ഫാത്തിഹയിൽ റിപ്പീറ്റായി വന്ന ഒരേ ഒരു വാചകമാണ് റഹ്മാനും റഹീമും. കരുണയും കാരുണ്യത്തെയാണ് അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നത്. മുത്തുനബി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, നൊന്ത് പ്രസവിച്ച മാതാവിന് തന്റെ കുട്ടിയോടുള്ള കാരുണ്യത്തിന്റെ എത്രയോ ഇരട്ടിയാണ് അള്ളാഹുവിന് തന്റെ അടിമകളോടുള്ള സ്നേഹം. ഒരാളൊരു തെറ്റ് ചെയ്തു, മാതാപിതാക്കൾ കാണാതെ ഒരു പക്ഷേ അദ്ദേഹം മറിഞ്ഞിരിക്കും, കാരണം തല്ല് കിട്ടുമോ എന്നുള്ള പേടിയാണ്. എന്നാൽ അതേ പടച്ചവൻ പറയുന്നു, നീ ഒരു തിന്മ ചെയ്തോ, നീ കള്ളു കുടിച്ചോ, വ്യഭിചരിച്ചോ, തെറ്റിന്റെ മാർഗത്തിൽ പോയോ, മോനെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി എന്നോട് നേറ്റു പറഞ്ഞാൽ എത്ര വലിയ തിന്മകളും ഞാൻ നിനക്ക് പുറത്തു തരാം, ഞാൻ ഗഫൂറുമാണ്. ഇനി ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം. ഒരാൾ ഒരു തിന്മ ചെയ്താൽ ഇസ്ലാം പറയുന്നു അദ്ദേഹത്തിന് ഒരു തിന്മയുടെ ശിക്ഷ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഒരാൾ ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടിയിലേറെ നന്മകൾ ചെയ്ത പ്രതിഫലം അള്ളാഹു തരും. ഇതാണ് ഇസ്ലാം പറയുന്ന കാരുണ്യവാനായ പടച്ചവൻ. പിന്നെ എന്തിനാണ് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്, ഇവിടെയുള്ള വൃത്തികേടുകൾ ചെയ്യാത്തത്? നമുക്കൊരാളെ ഹൃദയം കൊണ്ട് വല്ലാതെ ഇഷ്ടമുണ്ടായാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് മാത്രമേ ചെയ്യുകയുള്ളൂ. യഥാർത്ഥ ഒരു സത്യവിശ്വാസി അള്ളാഹുവിനെ മതിമറന്നു പ്രണയിക്കുന്നു. അപ്പോ പ്രണയിക്കുന്ന ആൾക്ക് ഇഷ്ടമല്ലാത്ത ചെയ്യാൻ എങ്ങനെയാണ് പ്രേമിക്കുന്നവന് തോന്നുക? അത്രയേ ഉള്ളൂ. മരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ. മരിച്ച പോണത് ദൈവത്തിന്റെ അടുത്തേക്കല്ലേ, ഇഷ്ടദൈവന്റെ അടുത്തേക്ക്. മരിക്കാതിരിക്കാല്ലേ നമ്മൾ ശ്രമിക്കുന്ന കാര്യം. അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ല. മരിച്ചാൽ പോകേണ്ട ദൈവത്തിന്റെ അടുത്തേക്കാ. അതുകൊണ്ട് ദൈവത്തെ ഇഷ്ടമല്ല, ആ മരണവും താല്പര്യപ്പെടുന്നില്ല. ആ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ യഥാർത്ഥ ഒരു മുസ്ലിം പറയുന്നു, അള്ളാഹുവെ ഞങ്ങൾ യഥാർത്ഥ മുസ്ലിമായി നിനക്ക് പൊരുത്തമുള്ള അടിമയായി മരിപ്പിക്കണേ അല്ല. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ നിങ്ങളെല്ലാവരും ആമീൻ എന്ന് സാക്ഷ്യപ്പെടുത്തിയില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന് പൊരുത്തമുള്ള നല്ലൊരു മരണം കിട്ടാനാണ്. നിങ്ങളെല്ലാം നിത്യമായി ഈ പ്രാർത്ഥന വീട്ടിൽ ചെയ്യുന്നതല്ലേ? മുസ്ലിങ്ങൾ നല്ല മരണത്തെ കാത്തിരിക്കുന്നവരാ, അവന്റെ റബ്ബിലേക്ക് ചേരാൻ. ഇവിടെയുള്ള എല്ലാ നബിമാരും മഹത്തുക്കളും മഹാത്മാക്കളെല്ലാം മരണത്തെ സ്വാഗതം ചെയ്തവരാണ്. ഖബർ കുഴിച്ച് ആ ഖബറിൽ ഇറങ്ങിയിരുന്ന മരണത്തിന് വേണ്ടി ദുആ ചെയ്ത് ഖുർആൻ ഓതിയ മഹത്തുക്കൾ എത്രയാ. മുസ്ലിങ്ങൾക്ക് മരണം ഭയമല്ല, അവന്റെ റബ്ബിലേക്ക് ചേരാനുള്ള അവന്റെ കൊതിയാണത്. ഖുബൈബ് റളിയല്ലാഹു അൻഹു അതിന് തെളിവാണ്. പുഞ്ചിരിച്ചുകൊണ്ട് കഴിമരത്തിന്റെ കീഴെ മരണം സ്വാഗതം ചെയ്ത മഹാൻ. മനുഷ്യരായിരിക്കുന്നത് കൊണ്ടും ഈ രൂപത്തിൽ ഇരിക്കുന്നതുകൊണ്ടും ദൈവത്തിന് മനുഷ്യന്റെ രൂപം അല്ലേ? അതെ, ശരിക്കും ആ രൂപത്തിലായിരിക്കും ദൈവം. നമ്മളിപ്പോ ഉറുമ്പായിരുന്നെങ്കിൽ ദൈവത്തിന്റെ രൂപം ഉറുമ്പായനെ. ദൈവത്തിന്റെ രൂപത്തെ പറ്റിയാണ് അദ്ദേഹം 3-ാമത് പറയുന്നത്. എന്നാൽ അള്ളാഹു രൂപം ഇല്ല. ഈ ലോകത്തവൻ ആണാണോ പെണ്ണാണോ, ഈ പ്രപഞ്ചത്തിൽ പടച്ച ഒരു പടപ്പുകളെ പോലെയുമല്ല അള്ളാഹു എന്ന പടച്ചവൻ. പരിശുദ്ധമായ ഖുർആൻ ലം യലിദ് വലം യൂലദ്, അള്ളാഹുവിന് പിതാവില്ല, അവൻ ആരുടെയും പിതാവും അല്ല. ഇസ്ലാം പറയുന്ന അള്ളാഹു അവൻ ജനിച്ചവനല്ല, അതുകൊണ്ട് നാളെ മരണവുമില്ല. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംഹരിച്ചു പരിപാലിക്കുന്ന ഏകനായ അള്ളാഹു, ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഏകനായ പടച്ചവനാണ്. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ഞാൻ ഈ പറഞ്ഞത് മറ്റു മതങ്ങളെയോ സംസ്കാരങ്ങളെയോ മോശപ്പെടുത്താനല്ല. എന്താണ് ഇസ്ലാം പറഞ്ഞത്, ഇസ്ലാമിൽ എന്താണ് അതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തൽ മാത്രമായിരുന്നു. ഇൻഷാ അള്ളാഹ്.